ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാമിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മൊത്തം 3 ചോദ്യങ്ങളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതിയാവും. അങ്ങനെ മൊത്തം 16 മാർക്കാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൽ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ? എല്ലാ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഈ 8 മാർക്കിന് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയയിൽ സേഫ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്ന ഈ ചാനൽ നല്ല രീതിയിൽ കണ്ടിട്ട് പോയൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ 4 മെരിറ്റും 3 ഡീമെരിറ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ് ചാപ്റ്റർ? 2ാമത്തെ ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിലെ 1ാമത്തെ ഫോമായിരുന്നു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കിയാലോ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് എ പോപ്പുലർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ദിസ് വൺ ഈസ് ദ മോസ്റ്റ് suitable form for small business, particularly in the initial years of operation. Sole proprietorship may be referred as a form of business organization owned, managed and controlled by an individual who is the recipient of all profit and bearer of all risk. The sole proprietor is one who is the only owner of business. അതായത് ഒരു വൺ മാൻ ഷോ ആണല്ലേ. ഒരാൾ തന്നെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും റിസ്ക് എടുക്കുന്നതും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ബിസിനസ് ഫേം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് 4 മെരിറ്റാണ്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, കോൺഫിഡൻഷ്യലിറ്റി ഓഫ് ഇൻഫർമേഷൻ, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ഡയറക്റ്റ് ഇൻസെൻറ്റീവ്. ഇതൊക്കെയാണ് അതിൻ്റെ മെരിറ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ചോദിച്ചത് ലിമിറ്റേഷൻസ് ആയിരുന്നു. ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇതൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും, അതായത് 8 മാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നന്നായിട്ട് പഠിക്കുക. എക്സാം കഴിഞ്ഞിട്ടില്ല, മോഡൽ ആനുവലൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? അടുത്ത 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫങ്ഷൻസ് പെർഫോം ബൈ കമേഴ്ഷ്യൽ ബാങ്ക്. ഞാൻ 4ാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ് സർവീസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും പ്രിൻസിപ്പിൾസിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസും. സോ അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇതാ 8 മാർക്കിനാണ് മക്കളെ എന്ത് വന്നിട്ടുള്ളത്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ 2 ഫങ്ഷൻ ഉണ്ട് അല്ലേ? മെയിനായിട്ട് 2 ഫങ്ഷൻ വരുന്നുണ്ട്. ഒന്ന് പ്രൈമറി ഫങ്ഷനും മറ്റൊന്ന് സെക്കൻഡറി ഫങ്ഷനും. ഓക്കെ, ഈ പ്രൈമറി ഫങ്ഷനിൽ തന്നെ 2 കാര്യം വരുന്നുണ്ട്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് ലോൺസും. റെഡി? ഈ സെക്കൻഡറി ഫങ്ഷനിൽ 2 കാര്യം വരുന്നുണ്ട്, ഏജൻസി സർവീസും ജനറൽ യൂട്ടിലിറ്റി സർവീസും. അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നല്ല രീതിയിൽ തന്നെ വീണ്ടും പഠിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഇറ്റ്സ് കോണ്ടന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർമേഷൻ ഓഫ് എ കമ്പനി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ആ ഒരു കാര്യമായിരുന്നു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്. മെമ്മോറാണ്ടമാണ് ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ചാർട്ടർ അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിലാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതുന്നത്. ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല, വേറെ ഒരുപാട് ക്ലോസുകൾ അതിൽ വരുന്നുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, അതുപോലെ ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ക്ലോസസ് അതിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് അതിലെ കോണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ആ കാര്യങ്ങൾ ക്ലോസസ് മാത്രമല്ല, നമ്മൾ മെമ്മോറാണ്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നെയിം ക്ലോസ് അത് തന്നെയാണ് അതിൻ്റെ കോണ്ടൻറ്റുകൾ. രജിസ്റ്റേർഡ് ഓഫീസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെയും 8 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും.
സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങളെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 മാർക്ക് മുതൽ ഇപ്പോൾ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പഠനം ഒന്നുകൂടെ ഊർജിതമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡൽ എക്സാമിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആ സമയം തന്നെ കാണാനും പഠിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്